നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ പ്രാഗിയല്ലോ ശിവൻകുട്ടി. അല്ല അതാകാലോ, സിനിമയൊന്നും കൊള്ളത്തില്ല, അയാളുടെ സിനിമ എല്ലാം പൊട്ടി പണ്ടാറടങ്ങി പോകും. മാത്രമല്ല ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, കലിംഗ് തമ്പ്രാനിൽ നിന്നും മൊട്ടുസൂചിയുടെ പ്രയോജനം പോലുമില്ല. കലിംഗ് ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ, കലിംഗ് ചർച്ചകൾ നടത്തുന്ന CPM-നെ ശിവൻകുട്ടി എത്രമാത്രം വിറളി പിടിപ്പിച്ചു എന്നതിൻ്റെ പ്രതികരണമാണ്. കലിംഗ് തമ്പ്രാനിൽ നിന്ന് ഒരു മൊട്ടുസൂചിയുടെ പ്രയോജനമില്ല. ശിവൻകുട്ടി വീട്ടിൽ ചെന്നിട്ട് രാത്രി ഭാര്യയെ ഒന്ന് തട്ടി വിളിക്കണം, എന്നിട്ട് വേണം എടേ എന്നെക്കൊണ്ടാണോ, ശിവൻകുട്ടി എന്ന് പറയുന്നത് എന്നെക്കൊണ്ടാണോ സുരേഷ് ഗോപിയെ കൊണ്ടാണോ ഈ നാട്ടുകാർക്ക് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ശിവൻകുട്ടിയുടെ ഭാര്യ അതാ സുരേഷ് ഗോപിയെ കൊണ്ടാണ്, ഉറപ്പല്ലേ? കാരണം കഴിഞ്ഞ ദിവസവും ഇടുക്കിയിൽ കലിംഗ് ചർച്ചയിൽ പങ്കെടുത്തിട്ട് സുരേഷ് ഗോപി 17 പേർക്ക് മറ്റോ വീട് വെക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ മകളുടെ മരിച്ചുപോയ മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ചാരിറ്റി ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ആദ്യ ഗഡുവായി അനുവദിക്കുകയും ചെയ്തു. ഇത് എത്ര കാലമായി സുരേഷ് ഗോപി ചെയ്യുന്നു? കേരളത്തിൽ 20 MP-മാരുണ്ട്. CPM-നും കോൺഗ്രസിനും അല്ലെ UDF-നും LDF-നും വിമർശിക്കാൻ ഒരൊറ്റ MP മാത്രമേ. ആരാണ്? സുരേഷ് ഗോപി. കാരണം ബാക്കിയുള്ള MP-മാർ എന്ത് ചെയ്യുന്നു? ജനം എവിടെ പോയാലും സുരേഷ് ഗോപിയെ കാണണമെന്ന് ആർത്തലച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ വണ്ടിക്ക് മുന്നിൽ ഒരാൾ ചാടി, BJP-ക്കാർ പിടിച്ചു മാറ്റി. ചിലപ്പോൾ ആദ്യം 2 അടിയൊക്കെ കൊടുത്തു കാണും, സ്വാഭാവികമാണ്. പിണറായി വിജയൻ വരുന്ന വണ്ടിക്ക് മുന്നിൽ ഒരാളൊന്ന് ചാടി എന്തായിരിക്കും? ഇടിച്ചവനെ ചടിച്ചട്ടിക്ക് അടിച്ചവനെ രക്ഷാപ്രവർത്തനം നടത്തി ICU-ലാക്കുമായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിയുടെ വണ്ടിക്ക് മുന്നിൽ ആദ്യമേ വന്ന് വണ്ടിയുടെ സൈഡിലെ ഗ്ലാസ്സിലടിച്ചു, എന്നിട്ട് വണ്ടിയുടെ മുന്നിൽ ചാടിയപ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർ പിടിച്ചു മാറ്റി. എന്ത് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു അടി കിട്ടിക്കാണ്. പിന്നീട് അയാൾക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കി പുള്ളിനെ ഈ പ്രവർത്തകർ തന്നെ വീട്ടിൽ കൊണ്ടുപോകും. അത് വലിയ പ്രശ്നമാക്കി. കാരണം നോക്കൂ, എന്തുകൊണ്ടാണ് കേരളത്തിലെ 20 പിന്നെ 9 പേര് രാജ്യസഭയിലുണ്ട് അല്ലേ? അങ്ങനെ 29 MP-മാർ കേരളത്തിൽ തേര പാര തെണ്ടി തിരിഞ്ഞു നടപ്പുണ്ട്. ഒരൊറ്റ ആളെ കണ്ടിട്ടും ഒരു നിവേദനം കൊടുക്കാൻ, ഒന്ന് കാണാൻ, സങ്കടം പറയാൻ ഇതുപോലെ ജനങ്ങൾ വരുന്നില്ല. സുരേഷ് ഗോപിയുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ഈ മനുഷ്യനിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അല്ലേ? വിശ്വാസമുണ്ട്. ഇതിവർക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് അപഹസിക്കാൻ ശ്രമിക്കുക. കാരണം ഇവർ സുരേഷ് ഗോപിയെ ഇങ്ങനെ വലിയ ഭൂരിപക്ഷത്തിന് 3/4 ലക്ഷം വോട്ടിന് ജയിക്കുന്ന ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? നിരന്തരം ആക്ഷേപിച്ച്, നിരന്തരം അപമാനിച്ച് അല്ലേ? അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവരിങ്ങനെ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇങ്ങനെ സുരേഷ് ഗോപിയെ പിന്നാലെ ഇങ്ങനെ കുറ്റം പറയാൻ നടക്കുന്നതുകൊണ്ട് ആ മനുഷ്യനോടുള്ള സാധാരണ ജനങ്ങളുടെ ആഭിമുഖ്യം കൂടിക്കൂടി വരിക. ഇനിയിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വേണം. അപ്പോൾ നമ്മുടെ ലോ അക്കാഡമിയിൽ നിന്ന് LLB പാസ്സായ ആളാണ് ഈ ശിവൻകുട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശിവൻകുട്ടി തിരുവനന്തപുരത്തെ SBT, മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് SBTയുടെ ഒരു ശാഖയിൽ കയറി ചെല്ലുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ഉടനെ പുള്ളി SBTയുടെ മാനേജർ ഇതെന്താണ് ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യാത്ത, എന്നിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ AR റഹീമിൻ്റെ ഒരു പുഴുങ്ങിയ ചിരിയുണ്ട് ഇത് പറഞ്ഞത്. അപ്പോൾ LLB എന്ന് പറയുന്നത് പരീക്ഷ എഴുതേണ്ട ഇംഗ്ലീഷിലാണ് അല്ലേ? അതിൽ പരീക്ഷ എഴുതി പാസ്സായി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്. ശിവൻകുട്ടിക്ക് ഈ ലിഫ്റ്റ് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ അറിയാൻ വയ്യ. ഇപ്പോഴും ആ യൂട്യൂബിൽ കിട്ടും ആ വീഡിയോ. എന്നിട്ട് പറയാം ഇംഗ്ലീഷ് അറിയാവുന്നവരെങ്കിൽ പറഞ്ഞു കൊടുക്കണേ. വീണ്ടും പറയും ഇംഗ്ലീഷ് ആരെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുക. SBTയുടെ മാനേജരോട് പറയുകയാണ്, ഈ രാജകുടുംബം ഉണ്ടാക്കിയ ബാങ്കാണ് SBT, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഇപ്പോൾ SBI ലയിച്ചു. അത് ഇയാളോടൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി. ഇനി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വലിയ ഡയലോഗ് ഉണ്ടല്ലോ, ഏതാണ് മറന്നുപോയി, ഒരു അക്കം പറയാൻ അറിയാണ്ട് 9615 അങ്ങനെ മറ്റോ പറഞ്ഞൊരു SSLC പരീക്ഷയുടെ റിസൾട്ട് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നാവ് ഇവിടെയായിരിക്കാം. ഇനി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം നന്നായി ഭാഷാശുദ്ധിയോടെ സംസാരിക്കാൻ അറിയണ്ടേ? വിദ്യാഭ്യാസ മന്ത്രിയല്ലേ കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഒരു മാതൃകാ പുരുഷനാവുണ്ട്. ഭാഷാശുദ്ധി ഇല്ല, നന്നായി ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. ഇംഗ്ലീഷ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ എപ്പോഴും ഇംഗ്ലീഷ് പറയാനൊരു ദ്വിഭാഷി ഇംഗ്ലീഷ് പറയാവുന്നവർ മാത്രമേ വിദ്യാഭ്യാസ മന്ത്രി ആകാവുള്ളൂ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിക്ക് മിനിമം നന്നായി സംസാരിക്കാൻ, നന്നായി എഴുതാൻ, നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാണ്. കുഞ്ഞുങ്ങൾ അത് കണ്ട് പഠിക്കുക. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരറിയോ? ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷ ഭുവനേശ്വർ ഉത്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നരവംശാസ്ത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് നേടിയ ആളാണ്. PG ഉണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക്.
നരവംശാസ്ത്രത്തിൽ. ഇനി ഞാനിങ്ങനെ നോക്കി മോദി മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ വിദ്യാഭ്യാസം നോക്കിയത് 12 പേര് +2 പാസ്സായവരാണ്. അതായത് 12 പേരല്ല 15%, സോറി, മന്ത്രിമാരിൽ 15% +2 പാസ്സായി. ഗ്രാജുവേഷൻ 46% ആളുകൾക്ക് ഡിഗ്രി ഉണ്ട്. PG ഉള്ളത് 28% പേർക്കുണ്ട്. ഡോക്ടറേറ്റ് നേടിയവർ 9% ഉണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ. വിദ്യാഭ്യാസ യോഗ്യത വേണം ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകർത്താവാൻ എന്ന് ഭരണഘടനയിൽ ഒരിക്കലും പറയുന്നില്ല. അക്കാഡമിക് ടിന്നിലടച്ച ശാസ്ത്രമല്ല. ഇപ്പോൾ ഒരു കൃഷിശാസ്ത്രജ്ഞനേക്കാളും മണ്ണിനെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും അറിവ് നാട്ടിലെ ഒരു പരമ്പരാഗത കൃഷിക്കാരനുണ്ടാവും. ഇതൊക്കെ വസ്തുതയാണ്. പക്ഷേ അത് പ്രൂവ് ചെയ്യണം സാർ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരത്തെ 9465 എന്നാണ് പുള്ളി പറഞ്ഞത്. 9465 എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ. നാവ് പിഴയായിരിക്കാം, പക്ഷേ അങ്ങനെ നാവിടെ നമുക്കാർക്കും വരാറില്ലല്ലോ. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു ട്രോളൻ കഥാപാത്രമാണ്. ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹം ലുങ്കി ഡാൻസ് നടത്തിയ ആളല്ലേ? അല്ലേ, ഓർക്കുന്നില്ലേ പുള്ളി ലുങ്കി ഡാൻസ് നിയമസഭയിൽ? കേരളം കണ്ട ഏറ്റവും ആഭാസകരമായ ഒരു പ്രകടനം നടത്തിയ ഒരാളാണ് കേരള വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്രെഡൻഷ്യൽ എടുത്തു വെച്ചാൽ എന്താ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ളത്? അദ്ദേഹം തിരുവനന്തപുരത്ത് മേയറായിരുന്നു, ശരിയാണ്. എന്നിട്ടോ തിരുവനന്തപുരത്ത് എന്തുണ്ടാക്കി? ഒന്നും സംഭവിച്ചില്ല. MLA ആയി മന്ത്രിയായി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ കുലങ്കുത്തി നശിച്ച് നാമാവശേഷമായി കിടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണം കഴിഞ്ഞ ദിവസം ഉണ്ടായി. നരേന്ദ്രമോദിയോടുള്ള വിദ്വേഷം പരസ്യമായി പ്രകടിപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിണറായി വിജയൻ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഒരായമ്മയെ ഇവിടെ കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാക്കി വെച്ചിട്ടുണ്ട്, മല്ലിക സാരാഭായി അല്ലേ? അതെ. മല്ലിക സാരാഭായി എന്താ പറഞ്ഞത്? കലാമണ്ഡലത്തിലുള്ള ആ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയത്തില്ല, 50% പേർക്ക് എഴുത്തും വായനയും പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇനി വേണം പാർട്ടിക്കാരെ കൊണ്ട് ഫില്ല് ചെയ്തോ. വിവരമുള്ളവരെ വെക്ക്. ഇംഗ്ലീഷിൽ ഒരു മെയിലെങ്കിലും അയക്കാൻ അറിയുന്ന ഒരാളെങ്കിലും കൊണ്ട് വെക്ക്. അതെ, മല്ലിക സാരാഭായി പറഞ്ഞതിനകത്ത് 2-3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ പാർട്ടിക്കാരെ വെച്ചോ, വിവരമുള്ളവരെ വെക്കും, വിദ്യാഭ്യാസമുള്ളവരെ വെക്കും എന്ന് പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ മുഴുവൻ പാർട്ടിക്കാരാണ് എന്നവർ സമ്മതിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത സർവകലാശാലയാണേ, വിദ്യാഭ്യാസം നോക്കുന്നില്ല എന്നവർ സമ്മതിച്ചു. അവിടെ ഇരിക്കുന്നവരെല്ലാം ക്വാളിഫൈഡ് അല്ല എന്ന് പിണറായി വിജയൻ പൂർണ്ണകുംഭം നൽകി കൊണ്ടുവന്നിരിക്കുന്ന ചാൻസലർ പറയുന്നു. അവർ BJP അല്ല, കോൺഗ്രസ് അല്ല. അപ്പോഴോ അങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ തലവനാണ് വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ പിന്നെ എങ്ങനെ പറയാതിരിക്കും? വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വേണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്. കേരളത്തിൻ്റെ ഇത്രയും പതറ്റിക്കായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ കേരളം കണ്ടിട്ടില്ല. ഇയാളാണ് സുരേഷ് ഗോപിയെ കുറ്റം പറയാൻ പോകുന്നത്. അത് പ്രാഗമാണ്. സുരേഷ് ഗോപിയുടെ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകൾ മുഴുവൻ മുടിഞ്ഞു പണ്ടറടങ്ങി പോകുന്നു, തകർന്ന് തരിപ്പടാണ്. പറയട്ടെ, അദ്ദേഹത്തിന് ആഗ്രഹിക്കാം. പക്ഷേ ഒരു ക്വാളിറ്റി, ഈ കലിംഗ് തമ്പ്രാൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ തെറിക്കുത്തരം മുഴുവൻ തിരിച്ചു കിട്ടുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് ഈ അങ്ങേർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവും. ഇപ്പം കഴിഞ്ഞ ദിവസം ഏത് സർവകലാശാലയിലാണ് ഡിഗ്രി പാസ്സായവർക്ക് മുഴുവൻ കൊടുത്ത് PG പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. വായിച്ചില്ലായിരുന്നു? എന്നിട്ട് തിരിച്ചു വിളിച്ച് ക്യാൻസൽ ചെയ്തു. ഈ കിട്ടിയവന്മാർ തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നെ, ഞാൻ PG പഠിപ്പിക്കുന്ന ക്ലാസ്സിന് ബാധിക്കാൻ കൂടെ പോയിട്ടില്ല, ഒന്ന് ക്യാൻസൽ ചെയ്ത് തരണം. കാരണം ഇതും കൊണ്ട് പോയി ഇവൻ എവിടെയെങ്കിലും ജോലി മേടിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവൻ ആരെങ്കിലും പറയും അവൻ PG അവൻ വ്യാജ സർട്ടിഫിക്കറ്റാന്ന് പറഞ്ഞ് ഇവൻ ജയിലിൽ പോകും. അവസാനം അത് ക്യാൻസൽ ചെയ്തു. കേരളത്തിൽ ഞാൻ ഏത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കേട്ടോ, എൻ്റെ കുഴപ്പം അത് മറക്കാൻ പാടില്ലാത്തതാണ്. ഞാനത് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ സംഭവിച്ചു. ആർഷോ പരീക്ഷ എഴുതിയിട്ടില്ല, ജയിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി ഇല്ലേ? അതെ. അവസാനം പുലിവാലായപ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ പിന്നെ ശിവൻകുട്ടി, ഞാനിപ്പോഴും പറഞ്ഞു, ഞാൻ ലോ പാസ്സായ ആളാണ്. ഞാൻ ഭയങ്കര സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും, അത്യാവശ്യം എഴുതാനറിയാം, സാമാന്യമായി സംസാരിക്കാൻ അറിയാം. ഞാനും LLB പഠിച്ചതാണ്. എൻ്റെ ലോ ക്ലാസ്സുകൾ മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു, പരീക്ഷ ഇംഗ്ലീഷിലായിരുന്നു. ശിവൻകുട്ടി ആ സിലബസ് തന്നെയല്ലേ പഠിച്ചത്? അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇവിടുത്തെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ഒരു മാനേജരോട് ഇംഗ്ലീഷിൽ ചോദിച്ചു കൊടുക്കണേ എന്ന് അടുത്ത് നിൽക്കുന്ന റഹീമിനെ പോലെയുള്ള കിങ്കരന്മാരോട് പറയേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ ശിവൻകുട്ടി സാർ, സുരേഷ് ഗോപി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അങ്ങേക്ക് ഈ പറയുന്ന നിയമബിരുദം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിത് പറയില്ല. കാരണം മന്ത്രിയാവാൻ വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, എഫിഷ്യൻസി മതി, കഴിവ് മതി, ലീഡർഷിപ്പ് മതി.
ഒരു വിഷൻ ഉണ്ടായാൽ മതി. ഇതൊക്കെ ശിവൻകുട്ടിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് ജനം തീരുമാനിക്കട്ടെ. അതുകൊണ്ട് സുരേഷ് ഗോപിയെ കണ്ട് നിങ്ങൾ നിലാവിനെ കണ്ട് കുരയ്ക്കുന്ന നായ്ക്കളെ പോലെ ഓരിയിടരുത്. ആ മനുഷ്യൻ നിങ്ങളുടെയൊക്കെ പിടിക്കപ്പുറത്ത് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ അപമാനിക്കും തോറും, നിങ്ങൾ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും തോറും സുരേഷ് ഗോപി ഒരു മഹാമേരുവിനെ പോലെ വളർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇനിയും സുരേഷ് ഗോപിയെ വളർത്തിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരം വിദ്വേഷ പ്രകടനങ്ങൾ തുടരുക. പക്ഷേ ഇടയ്ക്ക് സുരേഷ് ഗോപി വല്ലതും തരുമ്പോൾ അയ്യോ എൻ്റെ വിദ്യാഭ്യാസം പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചു എന്നൊന്നും പറയരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.